തിരുവോണം വീട്ടിൽ ആഘോഷിക്കുന്ന ഒരു ചെറിയ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ തലേ ദിവസം അങ്കിളും ചുറ്റുമൊക്കെ എത്തി ഞങ്ങൾ വലിയൊരു പൂക്കളുണ്ടാക്കി. ശരിക്കും ഇങ്ങനെ പൂക്കളിടില്ല, ഉള്ള പൂവെല്ലാം എടുത്ത് കളഞ്ഞിട്ട് ഒരു തുളസിക്കതിരാണ് വെക്കുക മെഴുകിയിട്ട്. പക്ഷേ പാത്തുക്കുട്ടന് വേണ്ടി ഞങ്ങൾ വലിയൊരു പൂക്കളം സിറ്റ് ഔട്ടിൽ സെറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് എല്ലാ പണിയും കഴിഞ്ഞപ്പോൾ കംപ്ലീറ്റ് അടിച്ച് തുടച്ച് തളിച്ചിട്ട് അമ്മ അടുത്ത ദിവസത്തേക്കുള്ള തിരുവോണത്തിനുള്ള അടയുണ്ടാക്കി, പൂവട ഉണ്ടാക്കി. എല്ലാം സെറ്റ് ചെയ്ത് കിടന്നുറങ്ങി രാവിലെ ഓരോ വീട്ടിൽ നിന്ന് ഇതുപോലെ ആർപ്പ് വിളി കേൾക്കാം കേട്ടോ. അപ്പോഴത്തേക്കും നമ്മൾ എഴുന്നേറ്റു. ശരിക്കും ഈറനുടുത്താണ് ഇതൊക്കെ ചെയ്യേണ്ടത്. അപ്പോൾ രതിശേട്ടനാണ് ചെയ്തത്. ഈറനുടുത്തില്ല, അമ്മ ഈറനുടുത്ത് അവിടെ ചെയ്തു, ഏട്ടൻ കുളി കഴിഞ്ഞ് വന്ന് ചെയ്തു. അങ്ങനെ നമ്മുടെ വീട്ടിൽ രാവിലെ തന്നെ ഭഗവാനെ അണിയിച്ചൊരുക്കാനുള്ള ഇല വെച്ചു. എന്നിട്ട് അത് അണിഞ്ഞു. എന്നിട്ട് എല്ലാ മാതേരും കുട്ടിപ്പട്ടരും അമ്മിയാരും അമ്മിക്കല്ലും മുരലും ആട്ടുകല്ലും എല്ലാം എടുത്ത് വെച്ചു. എന്നിട്ട് അതൊക്കെ അരിമാവ് വെച്ചിട്ട് ആദ്യം അണിയണം. എന്നിട്ട് വിളക്ക് കത്തിച്ച് വെക്കണം. എന്നിട്ടാണ് ബാക്കിയെല്ലാം ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ വിളക്ക് കത്തിച്ച് വെച്ചു. എന്നിട്ട് ഒരു തേങ്ങ പൊട്ടിച്ച് രണ്ടായിട്ട് എടുത്ത് വെച്ചു. സാധാരണ തേങ്ങയുടെ ഉള്ളിൽ അരിക്കിഴി ഇട്ടാണ് കത്തിക്കുക. അപ്പോൾ ഇപ്രാവശ്യം ചെറുതാണ് കത്തിച്ചത്. പിന്നെ അതിൻ്റെ അടുത്ത് നമ്മൾ ചന്ദനം എടുത്ത് വെച്ചിരുന്നു, തുളസിപ്പൂ എടുത്ത് വെച്ചിരുന്നു, നേദിക്കാനുള്ള അട എടുത്ത് വെച്ചിരുന്നു. പിന്നെ ഒരു വലിയ കൊട്ടയിൽ നിറയെ തുമ്പയും നമ്മുടെ കുരുത്തോലയും ചെത്തിപ്പൂവൊക്കെ കൂടെ കട്ട് ചെയ്ത് എടുത്ത് വെച്ചിരുന്നു. ഇനി നമ്മൾ പൂജയാണ്. അപ്പോൾ പൂജിക്കണത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ കിണ്ടിയിലെ വെള്ളം കൊണ്ട് 3 പ്രാവശ്യം കൊടുക്കും. പിന്നെ പൂ തൊട്ട് 3 പ്രാവശ്യം ഭഗവാൻ നേദിക്കും, അട തൊട്ട് നേദിക്കും, ചന്ദനം തൊട്ട് നേദിക്കും. പിന്നെ അവസാനം ആ ധൂപക്കുറ്റി, അതായത് നമ്മുടെ ധൂപങ്ങളെല്ലാം ഇങ്ങനെ ഒഴിയും. ഇതെല്ലാം ചെയ്ത ശേഷം ഒരു ഓണത്തപ്പനെ തൃക്കാക്കരപ്പനെ എടുത്തിട്ട് അകത്ത് കൊണ്ടുവയ്ക്കും. നമ്മുടെ വീട്ടിലേക്ക് ഐശ്വര്യം ആനയിച്ചിരുത്തുകയാണ്. ഒരെണ്ണം എടുത്ത് നമ്മൾ നമ്മുടെ ഗേറ്റിൻ്റെ പടിവാതിലിൽ അവിടെ കൊണ്ട് വയ്ക്കും. എന്നിട്ട് നമ്മൾ ആ എടുത്ത് വെച്ച കൊട്ടയിലെ പൂക്ക് ഇങ്ങനെ അണിയിച്ച് വഴിയിൽ മൊത്തം ഇങ്ങനെ അണിയിച്ച് ഭഗവാനെ പുറത്തുനിന്ന് ആനയിച്ച് അകത്ത് കൊണ്ട് ഇരുത്തുക എന്നുള്ളൊരു കൺസെപ്റ്റാണ് കേട്ടോ. എന്നിട്ട് ഭഗവാൻ ഇങ്ങനെ നിറയെ പൂ കൊണ്ട് മൂടും. ഒരു പൂവിൻ്റെ ഒരു അഭാവം കുറച്ചുണ്ടായിരുന്നു. പണ്ട് കാലത്തൊക്കെ നിറയെ പൂവുണ്ടാവും. എന്നിട്ട് ഭഗവാനെ ഇങ്ങനെ മൂടും. ബാക്കിയുള്ള എല്ലാ ഓണത്തപ്പന്മാരും പുറത്ത് തന്നെയാണ് ഇരിക്കുക. ഒരെണ്ണം മാത്രം അകത്തിരിക്കുക, ഒരെണ്ണം പടിയിലിരിക്കും. 5 എണ്ണം അല്ലെങ്കിൽ 7 എണ്ണം എന്നാണ് കണക്ക് വരുന്നത്. നമ്മൾ 7 എണ്ണമാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിനുശേഷം പിന്നെ ആർപ്പ് വിളിയാണ് കേട്ടോ. ഓണം കൂവുക എന്നൊക്കെ പറയും. എല്ലാ വീട്ടുകാരും മത്സരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓണം ആർപ്പ് വിളിക്കും കേട്ടോ. അതിനുശേഷം അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മുടെ ബാക്കിയുള്ള അണിയിച്ച മാവ് കൊണ്ട് ഗൃഹനാഥൻ്റെയും അവിടുത്തെ കുട്ടികളുടെയൊക്കെ കൈ മുദ്ര നമ്മുടെ ഡോറിൻ്റെ പുറത്തിങ്ങനെ പതിപ്പിക്കുക എന്നുള്ളതാണ് കേട്ടോ. പാത്തോട്ടം ഭയങ്കര ഹാപ്പി ആയിട്ട് അത് മുഴുവനും പതിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത ഓണം വരെ അതവിടെ ഉണ്ടാവും കേട്ടോ. പിന്നെ നമ്മുടെ മെയിൻ പാർട്ട് പൂവട. പൂവട എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ശർക്കര വെക്കില്ല, മധുരമില്ലാത്ത തേങ്ങയും തുമ്പപ്പൂവും വെച്ചിട്ട് ഒരു അട ഉണ്ടാക്കി ഭഗവാൻ ആദ്യം നേദിക്കില്ല. അത് നമ്മൾ സാധാ ബാക്കിയുള്ള എല്ലാവരുടെയും ശർക്കര ഇട്ട് വെക്കും. അതിലേക്ക് വെച്ചാൽ എല്ലാം ഒരു പ്രസാദമായി എന്നാണ്. അപ്പോൾ നമുക്കത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ആ പൂവട ഒരു കഷ്ണം കഴിക്കുക. പിന്നെ നമ്മൾ സാധാ അട കഴിക്കുക. പിന്നെ പഴം പുഴുങ്ങിയതും പപ്പടം. ഇതാണ് ഓണ ദിവസത്തെ ബ്രേക്ക്ഫാസ്റ്റ് കേട്ടോ. അപ്പോൾ ഇതാണ് അമ്മയുടെ വീട്ടിൽ എതിരേറ്റ ആ ഒരു ഇത് കാണുന്നത്. അമ്മ ഒരുപാട് നേരം 4 മണിക്ക് എഴുന്നേറ്റ് ഞങ്ങൾ എഴുന്നേക്കുന്നതിന് മുമ്പ് എഴുന്നേറ്റു കേട്ടോ. പിന്നെ ഞങ്ങളെല്ലാവരും ഒരുമിച്ചിരുന്ന് രാവിലെ ഭയങ്കര ഹാപ്പി ആയിട്ട് അടയും പൂവടയും ചായയൊക്കെ കുടിച്ച് കുറേ നേരം വർത്തമാനം പറഞ്ഞിരുന്നു. ഇതന്നെയല്ലേ ഏറ്റവും വലിയ കാര്യം, എല്ലാവരും ഒരുമിച്ചിട്ട് ഓണം. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് എല്ലാവരും വരും. ഉച്ചയാകുമ്പോഴേക്കും സദ്യയൊക്കെ ആയിട്ട് നമുക്ക് വേറൊരു വീഡിയോയിൽ കാണാം. പാലക്കാടുകാരെല്ലാവരും കൂടി നാളെ ഒരു അടിപൊളി ഗെറ്റ് ടുഗെദറുണ്ട്.